ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവ്. പക്ഷേ ആരാധകരെ നിരാശരാക്കിക്കൊണ്ടാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത്. നവംബറിൽ മെസ്സിയും സംഘവും കേരളത്തിൽ എത്തില്ല എന്നാണ് അർജന്റീനൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം AFA മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക ചാമ്പ്യന്മാരെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെയാണ് ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്ത പുറത്തുവന്നത്. നവംബറിൽ തന്നെ മത്സരം നടത്താൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നു. മത്സരം നടക്കുന്ന ഗ്രൗണ്ടും ഹോട്ടലും കാണാനായി അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം AFA മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ ദിനപത്രമായ ദ നേഷനാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇന്ത്യക്ക് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാനായില്ലെന്നും അതിനാൽ മാർച്ചിലെ ഫൈനലിസ്മയ്ക്ക് ശേഷം ഇന്ത്യയിൽ കളിക്കുന്നത് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പുതിയ തീയതി കണ്ടെത്തുന്നതിനായി കരാർ പുനഃക്രമീകരിക്കും. അടുത്ത വർഷം മാർച്ചിൽ സൗഹൃദ മത്സരം പുനഃക്രമീകരിക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് ലാ നേസിയോൺ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ അർജന്റീനയുടെ കേരളത്തിലെ മത്സര ഷെഡ്യൂളിൽ മാറ്റം വരാൻ സാധ്യതയെന്ന് പ്രമുഖ സ്പോർട്സ് ചാനലായ TYC സ്പോർട്സും മുൻഡോ ആൽബിസെലസ്റ്റയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അർജന്റീനയുടെ അടുത്ത 2 സൗഹൃദ മത്സരങ്ങളും അങ്കോളയിൽ തന്നെയാകും നടക്കുക. വ്യത്യസ്ത ടീമുകളായിരിക്കും എതിരാളികൾ. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും UEFA യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന ഫൈനലിസിമ പോരാട്ടം 2026 മാർച്ച് 28-നാണ്. ഖത്തറിലെ ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദിയായി പരിഗണിക്കുന്നത്. സംഘാടകരായ UEFAയോ തെക്കൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനോ ആതിഥേയ രാജ്യമായ ഖത്തറോ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV.